നമുക്ക് നോക്കാം ബാക്കിയുള്ളത് എന്താണ് സംഭവിച്ചത്, ബാക്കിയുടെ എന്താണ് സംഭവിച്ചതെന്ന് നോക്കാം. The boy who was grieving for his little sister, he was ever sad about his little sister, and he painted many pictures before he could gather the courage to see the same field. അല്ലേ, അവൻ ആ ഫീൽഡ് കാണാൻ പോകുന്നതിന് മുൻപ് അവൻ വീണ്ടും പല ചിത്രങ്ങളും വരച്ചു. ബട്ട് ഹി കുഡൻറ്റ് കംപ്ലീറ്റ് ദ ഫസ്റ്റ് that picture. He just worked out with his sister. അല്ലേ, അവൻ്റെ സിസ്റ്ററിൻ്റെ കൂടെ അവൻ വർക്ക് ചെയ്ത് വരച്ച ആ പിക്ചർ അവന് പിന്നീട് കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചില്ല. ഹി കുഡൻറ്റ് ഗെറ്റ് ദ കറേജ് ടു കംപ്ലീറ്റ് ദാറ്റ്, ആൻഡ് ഹി കുഡൻറ്റ് സീ ദാറ്റ് സെയിം ഫീൽഡ് വിതൗട്ട് ഹിസ് സിസ്റ്റർ. ഹി ഡിഡൻറ്റ് ഹാവ് ദ courage to see that same field, and he saw with his sister once again. But after many years he sat and worked. A strange power came to him. അങ്ങനെ one day അല്ലേ, പിന്നീട് വർഷങ്ങൾക്ക് ശേഷം അല്ലേ, ആഫ്റ്റർ മെനി ഇയേഴ്സ്, വർഷങ്ങൾക്ക് ശേഷം അവനിലേക്ക് ആ ധൈര്യം വന്നു. വീണ്ടും ആ ഫീൽഡ് കാണാനും ആ പിക്ചർ കംപ്ലീറ്റ് ചെയ്യാനുമുള്ള ഒരു സ്ട്രെങ്ത് അവൻ്റെ ഉള്ളിൽ വരികയാണ്, ഒരു ഇന്നർ സ്ട്രെങ്ത്. This strong feeling was like an answer to the longing in his heart since his little sister died. This emotion seemed to answer a desire in his heart. എന്താണ് സംഭവിച്ചത്? അവൻ്റെ ഉള്ളിൽ വന്ന ആ സ്ട്രോങ് ഫീലിംഗ്, അത് അവൻ്റെ ഒരു മനസ്സിൽ എന്നും ഉണ്ടായിരുന്ന ആ ഒരു അന്വേഷണം, അവൻ്റെ ആ ഒരു ലോങ്ങിങ്, ആ സെർച്ചിൻ്റെ ഒരു ആൻസർ പോലെയായിരുന്നു. And this emotion seemed to answer a desire in his heart to put into the world something which should make the meanest, humble citizen a little happier or better. അതെന്താണ് സംഭവിച്ചത്? This emotion seems to answer a desire in his heart. അപ്പോൾ അത് അവൻ്റെ ഉള്ളിലുള്ള ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം പോലെ അവന് തോന്നി. എങ്ങനെ ഈ ലോകത്തെ കുറച്ചും കൂടി സന്തോഷകരമാക്കാം. ടു പുട്ട് ഇൻ ടു ദ വേൾഡ് സംതിങ് വിച്ച് ഷുഡ് മേക്ക്, തൻ്റെ ഒരു വർക്കിലൂടെ ഈ ലോകത്തെ ഉള്ളവരെ കുറച്ചുകൂടി എങ്ങനെ ഹാപ്പി ആക്കി മാറ്റാം, അവരെ ബെറ്റർ ആക്കി മാറ്റാം. ടു പുട്ട് ദ വേൾഡ് സംതിങ് വിച്ച് ഷുഡ് മേക്ക് ദ മീനസ്റ്റ് ഹംബ്ലസ്റ്റ് സിറ്റിസൺ എ ലിറ്റിൽ ഹാപ്പിയർ. ഏതൊരു സിറ്റിസനെയും എങ്ങനെ ഹാപ്പി ആക്കി മാറ്റാനുള്ള ഒരു ടൂള് തൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ അതെങ്ങനെ ഉപയോഗപ്പെടുത്താം എന്നുള്ള അവൻ്റെ ഒരു ക്വസ്റ്റിനുള്ള ആൻസർ പോലെ അവന് തോന്നുകയാണ്. സോ അറ്റ് ലാസ്റ്റ് വെൻ ഹി ന്യൂ ദാറ്റ് ഹിസ് ഐ വാസ് ട്രൂ ആൻഡ് ഹിസ് ടച്ച് sure, he took up the picture and he promised to paint for the dearest sister and worked it until he was finished. So അവൻ്റെ സിസ്റ്റർ അവനോട് പറഞ്ഞിരുന്നു അല്ലേ, എന്താണ് പറഞ്ഞത്? നീ എപ്പോഴാണോ സിൻസിയറായി നിനക്ക് ഇഷ്ടമുള്ള ഒരാൾക്ക് വേണ്ടി ഒരു വർക്ക് ചെയ്യുന്നത്, അപ്പോൾ അതിന് ഇഫക്റ്റ് ഉണ്ടാകും, അത് മറ്റുള്ളവർക്ക് അതിൻ്റെ ഇഫക്റ്റ് മനസ്സിലാവും. നീ എപ്പോഴാണോ ഒരാൾക്ക് വേണ്ടി സിൻസിയറായിട്ട്, നിനക്ക് ഇഷ്ടമുള്ള ഒരാൾക്ക് വേണ്ടി നീ എപ്പോഴാണോ സിൻസിയറായി വർക്ക് ചെയ്യുന്നത്, അപ്പോൾ അത് മറ്റുള്ളവർക്ക് മനസ്സിലാകും. ആ ഒരു വർക്കിൻ്റെ സിൻസിയാരിറ്റി നിൻ്റെ വർക്കിൽ ഉണ്ടാകും. അപ്പോൾ അവനത് എടുക്കുകയാണ്. അവൻ്റെ സിസ്റ്റർ പറഞ്ഞ ആ വേർഡ്സ് അവൻ റിയലായിട്ട് എടുത്ത് അവൻ്റെ പിക്ചർ കംപ്ലീറ്റ് ചെയ്യാൻ ഡിസൈഡ് ചെയ്യാണ്. അറ്റ് ലാസ്റ്റ് when he knew that his eyes was true and his touch sure, he took up the picture. അപ്പോൾ അവന് മനസ്സിലുള്ള ആ ഒരു ഫീലിംഗ്, ആ ഒരു ഇമോഷൻ, when he realized that it is real, അതൊരു വെറുതെ ഒരു ഇമോഷനോ വെറുതെ ഒരു ഡ്രീമോ അല്ല, സംതിങ് റിയൽ എന്നുള്ളൊരു ഫീലിങ്ങിലേക്ക് വന്നതോടുകൂടി എന്ത് ചെയ്യാണ്? he decided with a determined mind to complete the picture. He had promised to paint for the dear sister and worked it until he was finished. അവൻ്റെ സിസ്റ്ററിന് വേണ്ടി അവൻ പെയിൻറ്റ് ചെയ്യാമെന്ന് പ്രോമിസ് ചെയ്ത ആ പിക്ചർ അവനത് കംപ്ലീറ്റ് ചെയ്യുകയാണ്. അതും അവൻ ആ ഫുള്ള് കംപ്ലീറ്റ് ചെയ്യുന്നവരെ അവനത് തുടങ്ങിയിട്ട്, അതൊരു അൺഫിനിഷ്ഡ് പെയിൻറ്റിങ് ആയിരുന്നു. അത് പിന്നീട് അവൻ എടുത്തു കഴിഞ്ഞ് അവൻ്റെ ഉള്ളിൽ ആ സ്ട്രെങ്ത് ഉള്ളതുകൊണ്ട് തന്നെ അവനത് ഫിനിഷ് ചെയ്യുന്നത് വരെ, അതിൽ തന്നെ കംപ്ലീറ്റ് ചെയ്യുന്നത് വരെ അവൻ അതിൽ തന്നെ വർക്ക് ചെയ്തു. സോ ദിസ് ഈസ് ബെറ്റർ ദാൻ ഓൾ ഹി ഹാസ് ഡൺ ബിഫോർ. ദ ഓഡിയൻസ് സെഡ് ഇറ്റ് ഈസ് ഷുവർലി ബ്യൂട്ടിഫുൾ ഫോർ ഇറ്റ് മേക്സ് വൺ ഹാപ്പി ടു ലുക്ക് അറ്റ് ഇറ്റ്. പിന്നീട് അവൻ്റെ ഓഡിയൻസ് അവനോട് ആ പിക്ചർ കണ്ടപ്പോൾ എന്താ പറഞ്ഞത്? ദിസ് ഈസ് ബെറ്റർ ദാൻ ഓൾ ഹി ഹാസ് ഡൺ. അവൻ ഇതുവരെ ചെയ്തിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും നല്ല പിക്ചറാണിത്. അവൻ്റെ സിസ്റ്ററും അതായിരുന്നു പറഞ്ഞത് അല്ലേ, നീ എപ്പോഴാണോ സിൻസിയറായി ഫുള്ളി നിനക്കിഷ്ടമുള്ള ഒരാൾക്ക് വേണ്ടി എപ്പോഴാണോ നീ സിൻസിയറായി നിൻ്റെ മുഴുവൻ ഹൃദയം ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്നത്, ആ വർക്ക് മറ്റുള്ളവർക്ക് ഫീൽ ചെയ്യും. അവരിപ്പോൾ ഓഡിയൻസ് എന്താണ് പറഞ്ഞത് ആ പെയിൻറ്റിങ് കണ്ടിട്ട്? Yes, this is better than all he has done before, the audience said.
and it is surely beautiful, and it's really beautiful, for it makes one, and it makes one happy to look at it. അത് ആരെ മാത്രമല്ല ഹാപ്പി ആക്കുന്നത്, വരച്ച ആളെ മാത്രമല്ല അത് ഹാപ്പി ആക്കുന്നത്, അത് കാണുന്നവരെ കൂടി, അത് കാണുന്ന ഓരോരുത്തർക്കും അത് സന്തോഷം നൽകുന്നു. And yet my heart as I did it, the artist said as he went back to the field. And yet this made me happy. When I finished my painting, that made me happy, but still my heart ache. Heart ache means it pains. എനിക്കിപ്പോഴും പക്ഷേ എൻ്റെ ഹൃദയം വേദനിക്കുന്നുണ്ട്. എന്താണ് അത് വരച്ചപ്പോൾ, അത് ചെയ്തപ്പോൾ എനിക്ക് എൻ്റെ ഹൃദയം വേദനിച്ചു. എന്തുകൊണ്ടാണ്? ആസ് ഐ ഡിഡ് ഇറ്റ്, ദ ആർട്ടിസ്റ്റ് സേസ് ഹി വെൻറ്റ് ബാക്ക് ടു ദ ഫീൽഡ്. അത് പറഞ്ഞുകൊണ്ട് അദ്ദേഹം അത് ചെയ്തപ്പോൾ, ആ പെയിൻറ്റിങ് ചെയ്തപ്പോൾ എനിക്ക് എൻ്റെ ഹൃദയം വേദനിച്ചു. ബിക്കോസ് വൈ ഹിസ് ഹാർട്ട് ഏക്ഡ്? ബിക്കോസ് ആർക്ക് വേണ്ടിയാണോ അവൻ ആ പെയിൻറ്റിങ് വരച്ചത്, ആ ആളിപ്പോൾ അവനോട് അത് കാണാൻ അവൻ്റെ കൂടെ ഇല്ല. ഐ തോട്ട് ഓഫ് ഹെർ ഓൾ ദ ടൈം ഐ വർക്ക്ഡ്. ഞാൻ അത് ചെയ്തുകൊണ്ടിരുന്ന ഓരോ നിമിഷവും ഞാൻ എൻ്റെ സഹോദരിയെക്കുറിച്ചാണ് ഓർത്തത്. ഇറ്റ് വാസ് ദ സോറോ ദാറ്റ് ഗേവ് മീ പവർ. അപ്പോൾ എൻ്റെ സഹോദരി ഇല്ല, ആ വേദനയാണ് എനിക്കിത് കംപ്ലീറ്റ് ചെയ്യാനുള്ള പവർ തന്നത്. ഇറ്റ് സീംഡ് ആസ് ഇഫ് എ സോഫ്റ്റ് വോയിസ് ഓഫ് ഹിസ് ലോങ് ഡെഡ് സിസ്റ്റർ ദാറ്റ് സ്പോക്ക് ഓൺലി ടു ഹിസ് ഹാർട്ട് ആൻഡ് സെഡ് ബാക്ക്, നോട്ട് സോറോ ബട്ട് ലവ്. അപ്പോൾ എന്താണ്, പെട്ടെന്നൊരു സോഫ്റ്റ് വോയിസ്, അവൻ്റെ സിസ്റ്ററിൻ്റേത് പോലെയുള്ള ഒരു സോഫ്റ്റ് വോയിസ് അവൻ്റെ ഹൃദയത്തിലിരുന്ന് ആൻസർ പറയുന്ന പോലെ അവന് തോന്നി. എന്താ പറഞ്ഞത് ആ വോയിസ്? നോട്ട് സോറോ ബട്ട് ലവ്. ഇനിയും സങ്കടമല്ല വേണ്ടത്, സ്നേഹമാണ്. ആൻഡ് പെർഫെക്റ്റ് ലവ് ഹാഡ് ഓൾ ദി ഗുഡ് ക്വാളിറ്റീസ് ഇൻ ഇറ്റ്സ് ഗിഫ്റ്റ്, ആൻഡ് ഫ്രം ഇറ്റ് കംസ് ഓൾ അതർ തിങ്സ്, ഓൾ തിങ്സ് എക്സെപ്റ്റ് ഫോർ ഹാപ്പിനെസ്. എന്താ പറഞ്ഞത്? ശരിയായ സ്നേഹമാണെങ്കിൽ ആ സ്നേഹത്തിൻ്റെ ഉള്ളിൽ എല്ലാ ക്വാളിറ്റീസും അതിൻ്റെ കൂടെ ഗിഫ്റ്റായിട്ട് നമുക്ക് കിട്ടും. നമ്മൾ റിയൽ ലവ് ആണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ അതിൻ്റെ കൂടെ ബാക്കിയെല്ലാം ഗിഫ്റ്റായിട്ട് നമുക്ക് കിട്ടും. ഓൾ ദ ഗുഡ് ക്വാളിറ്റീസ് ഇൻ ഇറ്റ്സ് ഗിഫ്റ്റ്, ആൻഡ് ഫ്രം ഇറ്റ് കംസ് ഓൾ അതർ തിങ്സ്, ഓൾ തിങ്സ് ഇറ്റ് സീംഡ്. എന്തായിരുന്നു പറഞ്ഞത്? ഒരുവന് അതിൻ്റെ ഒപ്പം നിൻ്റെ സ്നേഹം സത്യസന്ധമാണെങ്കിൽ അതിൻ്റെ കൂടെ ബാക്കിയുള്ളതെല്ലാം ഗിഫ്റ്റായിട്ട് കിട്ടും. ആൻഡ് ഫ്രം ഇറ്റ് കംസ് ഓൾ അതർ തിങ്സ് എക്സെപ്റ്റ് ഫോർ ഹാപ്പിനെസ്. ഹാപ്പിനെസ് ഒഴിച്ച്, സന്തോഷമൊഴിച്ച് ബാക്കിയെല്ലാം സിൻസിയർ ആയിട്ടുള്ള ഒരാളോട് സ്നേഹം കൊണ്ട് നിനക്ക് കിട്ടും. ദെൻ ഹൗ ഡസ് വൺ ഫൈൻഡ് ഹാപ്പിനെസ്? ഇൻ്ററപ്റ്റഡ് ദ ബോയ്. ഉടനെ തന്നെ ബോയ് ചോദിക്കുകയാണ്, ദെൻ ഹൗ ക്യാൻ ഐ ഫൈൻഡ് ഹാപ്പിനെസ്? ഇൻ്ററപ്റ്റഡ് ദ ബോയ്. എങ്ങനെ പിന്നെ എനിക്ക് ഹാപ്പിനെസ് കിട്ടും? ഫൈൻഡിങ് ഹാപ്പിനെസ് ഈസ് എ സ്ട്രേഞ്ച് കേസ്.